ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും? വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ വാഹനം ഓടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ MC റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. അടൂർ ബൈപ്പാസിൽ കയറുമ്പോൾ പന്തളത്ത് നിന്ന് വന്ന് അടൂർ ബൈപ്പാസിലേക്ക് റൈറ്റ് കയറുമ്പോൾ ചെറിയ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നീണ്ട വെള്ളവര, നീണ്ട മഞ്ഞവര, അതേപോലെ തന്നെ ഡിവൈഡറിന് സമമായിട്ടുള്ള ലാഡർ, മഞ്ഞയിൽ ഇങ്ങനെ ക്രോസ് ഇട്ടിട്ടുള്ള സ്ഥലങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വാഹനത്തൂടെ മറികടക്കുകയോ അല്ലെങ്കിൽ ആ വരയിലേക്ക് കയറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 വിങ്ങായിട്ട് ആ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഹൈവേ പെട്രോൾ ഉണ്ട്, MVD ഉണ്ട്, പോലീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പെടാൻ സാധ്യതയുണ്ട്. MC റോഡിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഒട്ടുമിക്ക പല സ്ഥലങ്ങളിൽ ഇതേപോലെ തുടർച്ചയായിട്ടുള്ള മഞ്ഞവര, വെള്ളവര ഭാഗത്ത് പോലീസ് വണ്ടിയോ MVDയോ അല്ലെങ്കിൽ പെട്രോളോ ഹൈവേ പോലീസോ കിടപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും കയറരുത്. ഒരു കടുക് മണി വ്യത്യാസത്തിൽ സ്റ്റിയറിംഗ് അതിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോലീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫൈൻ വരും. നേരത്തെ 250 രൂപയായിരുന്നു ഫൈന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 0 ആയിട്ടുണ്ട്. അതിനർത്ഥം ഫൈൻ ഇല്ല എന്നല്ല, ഇത് നേരെ വെർച്വൽ കോടതിയിലാണ് അടക്കേണ്ടത്. ഫൈൻ 250 എന്നുള്ളത് 500 ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിൽ വളരെ കുറഞ്ഞ സാവകാശമേ നിങ്ങൾക്ക് അടക്കാനുള്ളൂ. അതിൽ അടച്ചിട്ടില്ലെങ്കിൽ ഇത് നേരെ ഓപ്പൺ കോടതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ ബോണസ് കിട്ടിയ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. തുടർച്ചയായിട്ടുള്ള മഞ്ഞവര, വെള്ളവര, പ്രത്യേകിച്ച് MC റോഡിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഏനാത്ത് പോലുള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ കൊട്ടാരക്കര സിഗ്നലിലെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ അടൂരിൽ നിന്ന് പോയി കൊട്ടാരക്കരയിലേക്ക് കയറുമ്പോൾ സിഗ്നലിൽ നിന്ന് നേരെ പോകാനുള്ള വാഹനമാണെങ്കിൽ യാതൊരു കാരണവശാലും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പിടിക്കരുത്. ലെഫ്റ്റ് സൈഡ് ഫ്രീ ലെഫ്റ്റാണ്. അവിടെ അവിടെ ലെഫ്റ്റ് സൈഡിലൂടെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുമ്പോൾ മുന്നിൽ പോലീസുകാരുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കും. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ മുന്നിലേക്ക് ചെല്ലരുത്. കാരണം നിങ്ങൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യും. സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി കഴിഞ്ഞാൽ മേളിൽ AI ക്യാമറ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 0 ഫൈനാണ് വരുന്നത്. ഇത് വെർച്വൽ കോടതിയിലല്ല, ഇത് വെർച്വൽ കോടതിയിലേക്ക് പോകുന്നില്ല. ഇത് നേരിട്ട് ഓപ്പൺ കോടതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഫൈൻ കെട്ടേണ്ടത് 3000 രൂപയാണ്. യാതൊരു കാരണവശാലും അങ്ങനെ നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും മുന്നോട്ട് പോയത് ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോവുക. ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോയിട്ട് അപ്പുറത്തെ ട്രാക്കിലേക്ക് കയറി വന്നോ, എന്നാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ പോലീസുകാർ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ കയറ്റി നിർത്താൻ പറയും. പക്ഷേ അപ്പോൾ അവിടെ മേളിൽ